ഈ വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളാണ്. ഈ വെളിപ്പാട് പുസ്തകം അത് ഇടയ്ക്ക് കയറി പറയാം, യോഹന്നാൻ എഴുതിയതാണ്. ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം, വെളിപ്പാടും ദാനിയേലും വെളിപ്പാടും ശാസ്ത്രവും വെളിപ്പാടും അന്ത്യകാല ശാസ്ത്രവും ഒക്കെ ചേർത്ത് പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന ധാരാളം ദൈവഭൃത്യന്മാരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്കെല്ലാം ദൈവം ദീർഘായുസ് കൊടുക്കട്ടെ, ശുശ്രൂഷ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ ചോദ്യം, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം. പല ആൾക്കാരും പല കാര്യമാണ് പറയുന്നത്. തന്നെയല്ല, ഞാൻ വെളിപ്പാട് പുസ്തകത്തിലെ ഈ വ്യാഖ്യാന പുസ്തകം പലതും വായിച്ചിട്ടുണ്ട്. ഒന്നൊന്നിനോട് യോജിക്കുന്നില്ല. ഒറ്റ എഴുത്തുകാരും തമ്മിൽ ഇല്ലേ? ഒരാൾ പുസ്തകം എഴുതി മറ്റേ പുള്ളിയെ കണ്ണിക്കുക, പുള്ളി പുസ്തകം എഴുതിയ മറ്റേ പുള്ളിയെ കണ്ണിക്കുക. ഇവർ രണ്ടും കൂടെ മറ്റേ പുള്ളിയെ അത് തന്നെ പോട്ടെ. ചെല്ലുമെന്നെ ഈ പുസ്തകം വായിക്കുന്നേ ഇല്ല. വെളിപ്പാട് മാത്രമല്ല, പുസ്തകമേ വായിക്കുന്നില്ല. ഇപ്പൊ പിന്നെ അവിടെ എവിടെയൊക്കെ ഇച്ചിരി വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അതിന്റെ ഇച്ചിരി വിവരവും വച്ചിട്ടുണ്ട്. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകം, ഇതിലെ പ്രധാനപ്പെട്ട വിഷയം, ചില ആൾക്കാർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മഹോദരവമാണ്. മഹോദരവം അതിന് ഇംഗ്ലീഷിൽ എന്നാ പറയുന്നത്? എന്തുവാ? ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, 2 ദിവസമായിട്ട് നിൽക്കുകയല്ലേ. മഹോദരവകാലം. നമ്മുടെ ഈ ദൈവദാസനോട് ഒരാൾ ചോദിച്ചു, അച്ഛാ ഈ മഹോദരവം എന്ന് പറഞ്ഞാൽ എന്തുവാന്ന്? അപ്പൊ പുള്ളി പറഞ്ഞു കൊടുത്തു, ബേക്കുട്ടി, ഉപദ്രവങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് വരുന്നതാണ് മഹോദരവം. കാരണം നദികളെല്ലാം കൂടെ ഒന്നിച്ച് ചേരുന്നത് ആ മഹാനദി എന്ന് പറഞ്ഞ പോലെ അവിടെ എവിടെ ഇരിക്കുന്ന ഉപദ്രവങ്ങളെല്ലാം കൂടെ സമയമാകുമ്പം ഒന്നിച്ച് വരുന്നതാണ്. ഏതാണ്ട് ശരിയാ. അപ്പൊ ചില ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം മഹോദരവുമാണ്. അതൊരു വിഷയമാണ്, പക്ഷെ അതല്ല പ്രധാന വിഷയം. വേറെ ചില ആൾക്കാര് ധരിച്ചു വച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഈ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് എന്ന് പറയുമ്പോഴേ അവർ ചിന്തിക്കുന്നത് മൃഗത്തെ പറ്റി കേൾക്കാം. ഇത് കേട്ട് കേട്ട് മൃഗത്തിന്റെ ഊര. എല്ലാ ദിവസവും മൃഗമാണ്. ഇത് കേട്ട് കേട്ട് ഒരു മയമോ ദയോ കനിവോ ആർദ്രതയൊന്നും പലർക്കുമില്ല. കാരണം ഈ പറയുന്ന പുള്ളിക്ക് കേൾക്കുന്നവർക്കും വിഷയം മൃഗമല്ലേ. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അല്ല, അതൊരു വിഷയമാണ്, പക്ഷെ അതല്ല പ്രധാന വിഷയം. വേറെ ചില ആൾക്കാർ പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം സൂര്യനെ അണിഞ്ഞ സ്ത്രീയാണെന്ന. 12 സൂര്യനെ അണിഞ്ഞ സ്ത്രീ, അതൊരു വിഷയമാണ്, പക്ഷെ അതല്ല പ്രധാന വിഷയം. വേറെ ചില ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 144,000 പേരാണ്. അതിന് മാത്രം ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്ന പറയുന്ന ആൾക്കാരുണ്ട്. അവർ പറയുന്നത് 144, അതാണ് പ്രധാന വിഷയം. അത് വിഷയമാണ്, പക്ഷെ അതല്ല പ്രധാന വിഷയം. വേറെ ചില ആൾക്കാർ പറയുന്ന വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം കുഞ്ഞാടിന്റെ കല്യാണം, അതൊരു വിഷയമാണ്, പക്ഷേ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം കുഞ്ഞാടിന്റെ കല്യാണവും അല്ല. വേറെ ചില ആൾക്കാർ പറയുന്ന വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 2 സാക്ഷികൾ 11, അതുമല്ല പ്രധാന വിഷയം. അത് വിഷയമാണ്, പ്രധാന വിഷയമല്ല. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം പുതിയ യെരൂശലേം, അത് വിഷയമാണ്, അതല്ല പ്രധാന വിഷയം. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ജീവജല നദിയും ഇരുകരയും ജീവവൃക്ഷവും പാലവും, അത് വിഷയമാണ്, പക്ഷെ അതല്ല പ്രധാന വിഷയം. പിന്നെ എന്തുവാ ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം? അതിലെ പ്രധാന വിഷയം എന്നാന്ന് 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തിനാ തപ്പി നടക്കുന്നത്? 1-ാം വാക്യം വായിച്ച്. വെളിപ്പാട് പുസ്തകം 1:1. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, അതായത് ഇതിലെ പ്രധാന വിഷയം. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അതല്ലേ ഏറ്റവും പ്രധാന വിഷയം, അതിലെയോ ഏറ്റവും പ്രാധാന്യം. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. പക്ഷെ ഞാനും നിങ്ങളുമെല്ലാം പ്രധാന വിഷയത്തിന് വലിയ മുൻഗണന കൊടുത്തിട്ടില്ല. നമ്മൾ കൊടുക്കുന്നതെല്ലാം മൃഗം, ഇല്ല തള്ള. ഈ വെളിപ്പാട് പുസ്തകത്തിൽ 3-4 പെണ്ണുങ്ങളുണ്ട്. എല്ലാം നല്ല ഏറ്റ പെണ്ണുങ്ങളാണ്. 1-2-ാം അധ്യായത്തിലുണ്ട്,
പാസ്റ്റർമാർക്ക് ക്ലാസ് എടുക്കുന്ന ഒരു അമ്മാമ്മ ബൈബിൾ ക്ലാസ്സാണ് മെയിൻ വിഷയം. ഈസബേല് എൻ്റെ ദാസന്മാരെ വായിച്ചേ പാസ്റ്റർ സുല്ലി പാസ്റ്റർ 2-ാം അധ്യായത്തിൽ അമ്മാമ്മ ക്ലാസ് എടുക്കുന്ന അമ്മാമ്മയാണ് ഇസബേല്. പിന്നെ ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിച്ചു കൊടുക്കുന്നില്ലേ 2-ാം അധ്യായത്തിൽ? തുയതൈര സഭയിലെ ദൂത് പറഞ്ഞുകൊണ്ട് വരുമ്പോ എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിരുമാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും. അമ്മാമ ദാസന്മാർക്ക് ക്ലാസ് എടുക്കുന്ന അമ്മാമയാ. അപ്പൊ കുറഞ്ഞ അമ്മാമയല്ല, എന്റെ ദാസന്മാർക്ക് പിന്നെ പാസ്റ്റർമാർക്ക് ക്ലാസ് എടുക്കുക അമ്മാമ്മയുടെ തൊഴില്. എന്റെ ദാസന്മാരെ ഉപദേശിക്കാൻ അങ്ങനെയുള്ള ചില അമ്മാമ്മമാര് ചില ഇടങ്ങളിലൊക്കെ ഉണ്ട്. അവരുടെ ഉപദേശം കേട്ട് നീങ്ങുന്ന ചില അച്ചായന്മാരും ഉണ്ട്. അത് ഞാനിപ്പോ പറയുന്നില്ല. പിടിപ്പുള്ളൊരു അമ്മാമ്മയാ. പിന്നെ ഒരു അമ്മാമ്മയാ 12 വായിച്ചത്. 12:1 വായിര്. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. അത് വേറൊരു സ്ത്രീയാ. അത് നല്ല ഏറ്റ പുള്ളിക്കാരിയാ. ഇനി 17:1 വായിച്ചേ. 17:1. പിന്നെ 7 കലശമുള്ള 3-ാം വാക്യം വായിച്ചോ. എല്ലാം വായിക്കാൻ നേരമില്ല. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണ നാമങ്ങൾ നിറഞ്ഞ കടുചുമപ്പുള്ളൊരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. ഇത് 3-ാമത്തെ സഹോദരി. ഒരു സ്ത്രീ ഇരിക്കുന്നു. നല്ല എങ്ങനെ ഇരിക്കുന്നു വായിച്ചേ. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുമപ്പ് നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? നല്ല ഇരിപ്പാ. കടുംചുമപ്പ് വസ്ത്രമൊക്കെ ധരിച്ച് ഒരു മൃഗമുണ്ട്, അതും ചുമപ്പാ. ഈ സ്ത്രീ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാം. എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. ആ ഇരിപ്പ് മുത്തും രക്തവും പൊന്നും ഒക്കെയാണ് ഞാൻ. അപ്പൊ ഇതൊക്കെ അണിയെടുക്കുകയും ചെയ്യുമ്പോൾ ഓർത്തോണം ആരുടെ മണവാട്ടിയാണെന്ന്. എതിർ ക്രിസ്തുവിന്റെ മിണ്ടുന്നില്ല. 19-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. 20-നോടും ചേർത്തൊക്കെ വായിച്ചപ്പോ വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. ദൈവത്തിന് മഹത്വം. 21 കിടക്കുന്നില്ലേ? വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. വായിച്ച 21-ാം അധ്യായത്തിൽ വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. എടുത്തു വായിച്ചു. ഞാൻ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ 9-ാം വാക്യം വായിച്ച് അന്ത്യപാല 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. അത് വേറൊരു സ്ത്രീ, ദൈവസഭയാകുന്ന സ്ത്രീയാ. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പ്രധാനമായിട്ട് 4 പെണ്ണുങ്ങളാ. 3 എണ്ണവും പരിവക്കേടാ. അത് ഞാനിന്ന് പറയുന്നില്ല. ആകെ 2 ഗോത്രം പെടുന്ന പെണ്ണുങ്ങളാ. അതുങ്ങള് ഈ സ്ത്രീ ഏതാ? കടുംചുമപ്പ് വസ്ത്രം ധരിച്ച് കടുംചുമപ്പ് നിറമുള്ള മൃഗത്തിന്റെ പുറത്ത് പൊന്നും രക്തവും മുത്തുമൊക്കെ ധരിച്ച് അണിഞ്ഞ് ഇങ്ങനെ ആഡംബര ലോലവിയായിട്ടിരിക്കുന്ന സ്ത്രീ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയാ. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ നോക്കിയേ. ഈ പറയുന്ന അലുകുലത്തൊന്നും ഇല്ലല്ലോ. നീ കണ്ടതും 1 നീ കണ്ടത്, ഇപ്പോൾ ഉള്ളതും 2 ഇപ്പോൾ ഉള്ളത്, ഇനി സംഭവിപ്പാൻ 3 മേലാൽ സംഭവിപ്പാൻ. ഇങ്ങനെ ഇത് പകുത്തേക്കുന്നത്. നീ കണ്ടത് അതാ 12-ാം വാക്യം യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഇപ്പോൾ ഉള്ളത് 2-3 അധ്യായത്തില് 7 സഭയ്ക്കുള്ള ദൂത്. അതിപ്പോൾ ഉള്ളതാ. ഇനി മേലാൽ സംഭവിപ്പാനുള്ളത് അത് 4-ാം അധ്യായം മുതൽ ഒറ്റ വാക്കി പറഞ്ഞ 22 വരെ. ഇതാ ഇത്ര ഉള്ളു ഇതിന്റെ വിഭജനം. വെളിപ്പാട് പുസ്തകം തീർന്നു. നീ കണ്ടത് 1-ാം അധ്യായം, ഇപ്പോൾ ഉള്ളത് 2-3 അധ്യായം, മേലാൽ സംഭവിക്കേണ്ടത് 4 മുതൽ 22 വരെ. ഇതാ ഇതിന്റെ അധ്യായത്തിന്റെ വിഭജനം.
ഓടിച്ചെന്ന് പറഞ്ഞ 1-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദെൽഫിയ, ലവോദിക്ക 7 സഭയ്ക്കുള്ള ദൂത്. 4-ാം അധ്യായത്തിൽ യോഹന്നാനെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നതാ. 5-ാം അധ്യായത്തിൽ 4-ഉം 5-ഉം അധ്യായം ആരാധനയാ കാണുന്നത്. 6-ാം അധ്യായത്തിൽ 7 മുദ്രയിൽ 6 മുദ്ര പൊട്ടിക്കുന്നു. 7-ാം അധ്യായത്തിൽ മുദ്രിതന്മാരാകുന്ന 144. 8-ാം അധ്യായത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുക 4 കാഹളങ്ങൾ മീട്ടുന്നു. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് വെച്ച് ദൂതനെ അഴിച്ചുവിടുന്നു. 10-ാം അധ്യായത്തിൽ ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു. 11-ാം അധ്യായം 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നു. 12-ാം അധ്യായം വായിച്ചല്ല സൂര്യധാരണിയായ സ്ത്രീ. 13-ാം അധ്യായം ഘോരവും ഭയങ്കരമായ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 14-ാം അധ്യായം സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കൂടെ 144. 15-ാം അധ്യായം മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ പിടിച്ച് വൈണികന്മാർ പഴങ്കനദിയുടെ തീരത്ത് നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 16-ാം അധ്യായം 7 ക്രോധകലശം ഭൂമിയിലേക്ക് ഒടിക്കുന്നു. 17-ാം അധ്യായം മർമ്മം മഗതിയാം ബാബിലോൺ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. 18-ാം അധ്യായം വാണിജ്യ ബാബിലോണിന്റെ അധപ്പതനം. 19-ാം അധ്യായം കുഞ്ഞാടിന്റെ കല്യാണം. 20-ാം അധ്യായം 1000 ആണ്ട് വാഴിച്ച. 21-ാം അധ്യായം പുതിയ യെരൂശലേം ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിറങ്ങി വരുന്നു. 22-ാം അധ്യായം നിത്യത. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഓടിച്ചു പറഞ്ഞാൽ. പെട്ടെന്ന് നിർത്തിയേക്കാം. ദൈവത്തിന്റെ മഹത്വം. നമ്മൾ 5-ാം അധ്യായത്തിന്റെ 9 വായിച്ചത്. ഓടിച്ചു പറയാ. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൽ നാട് കടത്തപ്പെട്ട് കിടക്കുക. നാട് കടത്തപ്പെടാൻ കാര്യം മറ്റൊന്നുമല്ല. അതിന് മാന്തിട്ടോ അടിപിടി കൂടിയിട്ടോ വിസ കേസ് നടത്തിയിട്ടോ നാട്ടുകാരുടെ കാശ് വാങ്ങി മുങ്ങിയതോ സ്വർണ്ണ ബിസ്ക്കറ്റ് മോട്ടിച്ചോ അല്ലെ എയർപോർട്ടിൽ വെച്ച് പിടികൂടിയോ ഇങ്ങനൊന്നും നാട് കടത്തിയതല്ല. പിന്നെ എങ്ങനെ നാട് കടത്തിയതാ? 9-ാം വാക്യം വായിച്ചേ. 9:1-9. പെട്ടെന്ന് ഇനി ചടികടാന്ന് പോകാം. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. പിന്നെ ദൈവവചനവും, ഒന്ന് ദൈവത്തിന്റെ വചനവും, യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. 2 വിഷയത്തിൽ നാട് കടത്തപ്പെട്ടിരിക്കുക. ഒന്ന് ദൈവത്തിന്റെ വചനം. ഞാൻ പറയാറുണ്ട് ദൈവദാസം ശരിക്കും വചനം പറഞ്ഞാൽ എല്ലാവരും എതിരാ. അതെ, എന്റെ ദൈവദാസന്മാരെ നിങ്ങളൊക്കെ ശരിക്കും വചനം ഒന്ന് പറഞ്ഞ് മിക്കവരും എതിരാ. പക്ഷെ എല്ലാരെയും ഒന്ന് സുഖിപ്പിച്ചും സന്തോഷിപ്പിച്ചും പറഞ്ഞ് എല്ലാവർക്കും വലിയ തൃപ്തിയാ. ഉപദേശമൊക്കെ ഒന്ന് പറഞ്ഞു. ഉപദേശം പറഞ്ഞ ഉടനെ പറയും അയാൾ കുറ്റവേ പറയുള്ളൂ. കുറ്റമാണോ ഉപദേശമാ? യോഹന്നാൻ ശരിക്കും വചനം പറഞ്ഞു. വചനം പ്രശ്നമുണ്ടാകും. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ വചനവും ക്രിസ്തുവിന്റെ സാക്ഷ്യം 2 കാര്യത്തിൽ നാട് കടത്തി. പത്മോസിൽ വിവരിക്കുന്നില്ല. ഇതൊക്കെ മുമ്പ് തിളച്ച എണ്ണയ്ക്കകത്ത് ഇട്ടെന്ന ചരിത്രം. തിളച്ച എണ്ണയ്ക്ക് വറുത്ത് ഉപ്പേരി കോരും പോലെ കോരാൻ. യേശുവിനെ തള്ളി പറഞ്ഞാൽ രക്ഷപ്പെടാം. അല്ലെ തിളച്ച എണ്ണ വെട്ടി തിളക്കുക. യോഹന്നാനോട് പറഞ്ഞു യേശുവിനെ തള്ളി പറഞ്ഞാൽ അല്ലെ രാജാവിനെ ആരാധിച്ചാൽ രക്ഷപ്പെടാം. എണ്ണ വെട്ടി തിളക്കുക. യോഹന്നാൻ പറഞ്ഞു എനിക്കിത് വിഷയമല്ല. അതെന്നാ അയ്യോടി അതിന് എഴുതിയിട്ടില്ലെങ്കിൽ ഇതാ ആശയം. ഇതാ ഈ ചൂടൊക്കെ കൂട്ടി എണ്ണയൊക്കെ വെട്ടി തിളക്കിയ അടി തീ കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഞാൻ സേവിക്കുന്ന ദൈവം ആരാന്നറിയാമോ? തീക്കകത്തൂടെ നടന്നവനാ. ദാനിയേൽ 3. സ്തോത്രം. ഞാൻ സേവിക്കുന്ന ദൈവം അഗ്നിക്കകത്തൂടെ നടന്നു വന്നവനാ. തൻ്റെ ദാസന്മാർ അഗ്നിയിൽ വെന്ത് വിണ്ണീറാകാൻ അനുവദിക്കത്തില്ല. ഇട്ട രാജാവ് പറഞ്ഞടാ നമ്മൾ 3 പേരെ അല്ലേടാ ഇട്ടത്. അതേ തിരുമേനി 4 എണ്ണമാണല്ലോടാ നടക്കുന്നത്. അവൻ നേരാന്നല്ലോ തിരുമേനി. തിരുമേനി തന്നെ പറഞ്ഞ് 4-ാമത്തവന്റെ രൂപം. അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും എന്തൊക്കെയാ നിങ്ങളെല്ലാം നനയാതിരിക്കുകയല്ലേ എന്ന്. മിക്കവാറും ഞാനും അങ്ങോട്ട് ഇറങ്ങി വരും. നമുക്ക് ഒന്നിച്ച് നനയാം. ദൈവത്തിന് മഹത്വം. ഈ സേവിക്കുന്ന ദൈവം അഗ്നിക്കകത്തൂടെ നടന്നു വരുന്നവനാ. എന്റെ ഭാഷ പറഞ്ഞ യോഹന്നാൻ അപ്പോസ്തലനൊക്കെ ചിന്തിച്ച് കാണും. ഒത്തിരി നാൾ ചിന്തിച്ചതാ ഇച്ചിരി കാച്ചെണ്ണ തേച്ച് കുളിച്ചാ കൊള്ളാന്ന്. അതിനാ കാച്ചെണ്ണ മേടിക്കാനൊന്നും കാശില്ല. ആദിമ നൂറ്റാണ്ടിലേ വാക്യങ്ങൾ എടുപ്പിക്കാൻ നേരമില്ല. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ച് ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും അങ്ങനെയൊക്കെയാ ശുശ്രൂഷ. ശാപ്പാട് കഴിക്കാനില്ല. അതുകൊണ്ടല്ലേ കതിരി പറിച്ച് തിരുമ്മി തിന്നത്. വിശന്നിട്ട് അത്തിയെ നോക്കിയത് ഒന്നുമില്ല മിക്കപ്പോഴും. അപ്പൊ ആദിമ നൂറ്റാണ്ടിലാതാ ഇതുങ്ങളെല്ലാം ഇട്ട് ആട്ടി ഓടിക്കുകയല്ലേ. അപ്പൊ ഇച്ചിരി കാച്ചെണ്ണ തേച്ച് പ്രായമുണ്ട്. 90 കഴിഞ്ഞു. 90 കഴിയുമ്പോൾ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ. അല്ലാതെ വീഗാലാൻഡിൽ പോകുന്നതല്ല.
എനിക്ക് കൊടൈക്കനാലിൽ പോകണം ചൈന നടക്കാൻ പോലും മേലെ തള്ളി. 90 കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, ഇച്ചിരി കാച്ചെണ്ണ, ഇച്ചിരി കുഴമ്പ്. അപ്പൊ യോഹന്നാനും ആഗ്രഹം കാണിച്ചിട്ട് കാച്ചെണ്ണ എവിടെ കാച്ചെണ്ണ മേടിക്കാനും. പക്ഷെ നല്ല ആഗ്രഹത്തെ ദൈവം നിവർത്തിക്കും. ഇച്ചിരി കാച്ചെണ്ണ ഞാൻ പ്രതീക്ഷിതാണ്ട് ചെമ്പ് നിറച്ച് കാച്ചി ഇട്ടിരിക്കുക. എടുത്ത് അതിനകത്തിട്ട് നല്ല ശരിക്ക് അതിനകത്ത് കുളിച്ച് മുങ്ങിക്കുളിച്ച് ചത്തില്ല. അന്നങ്ങനെ ആ നാട് കടത്തിയത് വിവരിക്കുന്നില്ല. പക്ഷേ ആ നാട് കടത്തിക്കിട്ടും പത്മോസ് ദ്വീപിൽ വെച്ച് കറുത്ത ദിവസത്തിൽ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. അതാ 7 സഭയ്ക്കുള്ള ദൂത്. അപ്പോൾ 1 യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 2, 3 7 സഭയ്ക്കുള്ള ദൂത്, 4, 5 അധ്യായം വെളിപ്പാട് പുസ്തകം 4, 5 അധ്യായം ആമേൻ സ്വർഗത്തിലെ ആരാധനയാണ്. സ്വർഗത്തിലെ അതാ 4, 5 അധ്യായം സ്വർഗത്തിലെ ആരാധന 2ആയിട്ട് പഠിക്കണം. 4-ാം അധ്യായത്തിൽ പിതാവായ ദൈവത്തെ ആരാധിക്കുന്നു. 4:11 വായിര് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ ദൈവത്തെ 4-ാം അധ്യായത്തിൽ ആരാധിക്കുന്നു. വായിര്. കർത്താവേ നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ നീ യോഗ്യനെന്ന് പറഞ്ഞ് കിരീടങ്ങളെ സിംഹാസനത്തിന്മേലിടും. ആ കിരീടങ്ങളെ സിംഹാസനത്തിന്റെ മുമ്പിലിട്ട് പിതാവായ ദൈവത്തെ നമസ്കരിക്കുന്നു. വീടുന്നു പ്രിയനെ വാഴ്ത്തിടുവീൻ സിംഹാസനവാസികളും വീടുന്നു പ്രിയനെ. അറിയാവുന്ന പാട്ടാ, ചേർന്ന് പാട്. കിരീടങ്ങൾ താഴെയിട്ടു കിരീടങ്ങൾ താഴെയിട്ടും ജയമെടു തോന്ന സ്തുതിച്ചിടുവോ അതിനോ യോഗ്യൻ ക്രിസ്തുവത്രി. ജയം ലഭിച്ചോർന്ന സ്തുതിച്ചിടുവോ. നേരമില്ല. 4-ാം അധ്യായം സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുന്നു. കർത്താവേ നീ സർവ്വവും സൃഷ്ടിച്ചവനാ, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വണങ്ങുന്നു. വിവരിക്കാൻ നേരമില്ല. 5-ാം അധ്യായം പുത്രൻ തമ്പുരാനെ ആരാധിക്കുക. അതാ 9-ാം അധ്യായം വായിച്ചേ. 9 പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് കുഞ്ഞാടെ നീ യോഗ്യൻ. വിശദീകരിക്കേണ്ടതാ എങ്കിലും നിങ്ങൾ ഇരുന്ന് തരുന്നല്ലോ, വലിയ സന്തോഷം. 4, 5 അധ്യായം സ്വർഗത്തിലെ ആരാധനയാണ്. സ്വർഗത്തിലെ ആരാധന. 4-ാം അധ്യായത്തിൽ സൃഷ്ടാവാകുന്ന ദൈവത്തെ ആരാധിക്കുക. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? മേരിയെ ആരാധിക്കരുത്, മൂരിയെ ആരാധിക്കരുത്, ചാക്കോയെ ആരാധിക്കരുത്, തങ്കാനെ ആരാധിക്കരുത്. ഇന്നലെ പറഞ്ഞല്ലോ കുറെ ആൾക്കാരുടെ പേര്. ഇവനെ ഒന്നും ആരാധിക്കരുത്. അവൻ വൃക്ഷത്തെ ആരാധിക്കണം, മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്. മൃഗത്തോടൊക്കെ ദയവുണ്ടായിരിക്കണം, കനിവുണ്ടായിരിക്കണം. ചുമ്മാ പോകുന്ന പട്ടിയെ കല്ലെടുത്തെറിയരുത്. പട്ടി അതിലേ പോവുമല്ലേ, നീ എന്തിനാ കല്ലെടുത്തെറിയുന്നത്? ചുമ്മാ പോകുന്ന കന്നാലിയെ തല്ലരുത്. കനിവ് തോന്നണം, ജീവിയല്ലേ. മൃഗത്തെ ആരാധിക്കരുത്, മനുഷ്യനെ ആരാധിക്കരുത്, ദൂതന്മാരെ ആരാധിക്കരുത്, നക്ഷത്രത്തെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്. അങ്ങനെ ഈ പുസ്തകം പഠിപ്പിക്കുന്നത് ഞാൻ എഴുതി വെച്ചതല്ല. ചരാചരങ്ങളെ ഒന്നിനെ ആരാധിക്കരുത്. വൃക്ഷലതാദികളും പക്ഷി മൃഗാദികൾ പൂജര പട്ടി അതിലേ പോവുമല്ലേ, നീ എന്തിനാ കല്ലെടുത്തെറിയുന്നത്? ചുമ്മാ പോകുന്ന കന്നാലിയെ തല്ലരുത്. കനിവ് തോന്നണം, ജീവിയല്ലേ. മൃഗത്തെ ആരാധിക്കരുത്, മനുഷ്യനെ ആരാധിക്കരുത്, ദൂതന്മാരെ ആരാധിക്കരുത്, നക്ഷത്രത്തെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്. അങ്ങനെ ഈ പുസ്തകം പഠിപ്പിക്കുന്നത് ഞാൻ എഴുതി വെച്ചതല്ല.
ചരാചരങ്ങളെ ഒന്നിനെ ആരാധിക്കരുത്. വൃക്ഷലതാദികളും പക്ഷി മൃഗാദികൾ പൂജര കേജര വസ്തുക്കൾ ഒന്നിനെ ആരാധിക്കരുത്. അതിനാ ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചതാ. പിന്നെ ആരെ ആരാധിക്കേണ്ടത്? സൃഷ്ടിനെ അല്ല ആരാധിക്കേണ്ടത്, സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ. വേറെ ആരും ആരാധനയ്ക്ക് യോഗ്യരല്ല. ആരാധനയ്ക്ക് യോഗ്യൻ അവിടുന്ന് മാത്രമാണ്. അപ്പൊ ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ഇടയ്ക്ക് കയറി പറയാം, ആരാ ആരാധിക്കേണ്ടത്? അതുകൊണ്ട് ചുമ്മാ പോകുന്നവരെല്ലാം കയറി ആരാധിക്കരുത്. ഒരു തെളിവ്, വചനം പഠിക്കുന്നവർക്ക് ഒരു തെളിവ് തരാം. മിസ്രയീം ദേശത്ത് 430 വർഷം ഇവര് അടിമകളായി. അവിടെ എങ്ങും ആരാധിച്ചെന്ന് ഒറ്റ വാക്യമില്ല. ശാപ്പാട് കഴിച്ചെന്ന് ഇഷ്ടം പോലെ വാക്യമുണ്ട്. ഞങ്ങൾ മിസ്രയീമിൽ ഇറച്ചിക്കലത്തിന്റെ അതൊക്കെ ഉണ്ട് വാക്യം. തൃപ്തിയാകമണ്ണം കഴിച്ചു. വേറൊരു ഭാഗത്ത് പറഞ്ഞു അവിടെ നല്ല കോളായിരുന്നു, വില കൂടാതെ നിന്നുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി എല്ലാം കൂടെ അടിച്ച് പെരുകി. ആരാധിച്ചെന്ന് വാക്യമില്ല. ഇഷ്ടികയ്ക്ക് മണ്ണ് കുഴച്ചു, കുഴയുണ്ടായിരുന്നു, കുഴയ്ക്കാനും കഴിക്കാനും ഒക്കെ മിസ്രയീമിൽ നല്ല. പക്ഷെ ഒറ്റ ദിവസം പോലും ആരാധിച്ചെന്ന് കാണുന്നില്ല. ആരാധിച്ചത് എപ്പോഴാണെന്നറിയാമോ? അത് പറയാം. ഒരു കുഞ്ഞാടിനെ അടുത്ത് ചോരത്തിൽ ആചരിച്ചു. രക്ഷിക്കപ്പെട്ടവര് മിസ്രയീം വിട്ടു, ചെങ്കടൽ കടന്നു, സ്നാനം, അക്കരെ കയറിയപ്പോൾ തപ്പെടുത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ മിസ്രയീമിൽ വെച്ച് ആരാധിച്ചൊന്നും ഒറ്റ വാക്യമില്ല. ആരാധിച്ചത് എപ്പോഴാണെന്നറിയാമോ? ചെങ്കടൽ കടന്ന് അക്കരെ കയറിയപ്പോൾ. അപ്പോൾ ആരാധിക്കണം എന്ന് ചോദിച്ചാൽ, ഒന്ന് ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറൊന്നിനെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുകര കയറി വേർപാട് പാലിച്ചവൻ ദൈവത്തെ ആരാധിക്കണം. ആരാധനകൾ ദൈവത്തിന് പ്രധാനമാണ്. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായം ആരാധനയാ, സ്വർഗത്തിലെ ആരാധന. 4-ാം അധ്യായത്തിൽ സൃഷ്ടാവാകുന്ന ദൈവത്തെ ആരാധിക്കുന്നു. 5-ാം അധ്യായത്തിൽ കുഞ്ഞാടിനെ നമസ്കരിച്ച് ആരാധിക്കുന്നു. ആ ഭാഗമാണ് നമ്മൾ വായിച്ചത്. കുഞ്ഞാട് ഒന്നുകൂടെ വായിച്ചേ, 9-ാം വാക്യം. പെട്ടെന്ന് പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറുക്കപ്പെട്ട കുഞ്ഞാടെന്നും കുരളറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നൊക്കെ അലങ്കാര ഭാഷയിൽ ഉപമകളിൽ ഉപമാനങ്ങളായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം വിവരിക്കാനും വിശദീകരിക്കാൻ നേരമില്ല. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യവൃന്ദങ്ങളോട് പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞാൻ അധികം വിവരിക്കുന്നില്ല. യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയാ, അതാ ലോകപാപം ചുമക്കുന്ന കുഞ്ഞാട്. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇസഹാക്കിന് വേണ്ടി യാഗമാക്കപ്പെട്ടൊരു കുഞ്ഞാടുണ്ട്. വിവരിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഓരോ വീട്ടുകാർക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടുണ്ട്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ 12 ഗോത്രങ്ങളുടെ പാപമെല്ലാം കൂടെ ശിരസിലോട്ട് വെച്ച് വിടുന്ന ഒരാടുണ്ട്. ഉൽപ്പത്തി 22 വ്യക്തിക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട്. പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട്. ലേവ്യ 16 10 ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രം പാപം വഹിച്ചു പോകുന്ന ഒരാട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1:29-ലും 35-ലും വായിക്കുന്നത് വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രത്തിനും മാത്രമല്ല, മുഴു ലോകത്തിന്റെയും പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് രാത്രി സ്നേഹിത സുഹൃത്തെ, നീ ഏത് വ്യക്തിയുമാകട്ടെ, ഏത് കുടുംബത്തിലെയോ കുലത്തിലെയോ നിറത്തിലെയോ നിലവാരമോ, കാശുള്ളവനോ കാശില്ലാത്തവനോ, പണ്ഡിതനോ പാമരനോ ദരിദ്രനോ, ആരുമാകട്ടെ, കറുത്തവനോ വെളുത്തവനോ ആരുമാകട്ടെ, പക്ഷേ എന്റെയും നിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാനാ യേശു പരമയാഗമായി തീർന്നത്. ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിക്ക്, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷ.